സർ, ഈ ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഈ സൈനികർ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, സൈനിക ഹെലികോപ്റ്റർ, അത് ഇന്ത്യ കയറ്റുമതി ചെയ്യാനായിട്ട് വലിയൊരു ഓർഡർ കിട്ടുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ പുറത്തു വരുന്നു. അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇന്ത്യ ആദ്യം പറഞ്ഞ വാചകത്തിനോട് കൂട്ടിച്ചേർത്ത് പറയാം, ഇന്ത്യ 145 രാജ്യങ്ങളിലേക്ക് ആയുധം കയറ്റുമതി ചെയ്യുന്നുണ്ട്. വലിയൊരു മുന്നേറ്റമാണല്ലോ അതല്ലേ? 145 രാജ്യം ശരിക്കും വൻ ശക്തികൾ ഒക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മുടെ തേജസ് വിമാനം, യുദ്ധവിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്ന HAL, ആ HALന് ഒരു വലിയ കരാറ് ഏത് ദിവസവും ഒപ്പിടാം എന്നുള്ള മട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പ്രേക്ഷകരോട് ഇത് പറയുന്നത്. HALൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാർ, ഇന്ത്യയുടെ തന്നെ ആയുധ കയറ്റുമതി ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറുകളിലൊന്ന് ഒപ്പിടാൻ പോണു. അത് ഈ നൈജീരിയയ്ക്ക് 12 ഇരട്ട എൻജിൻ ആക്രമണ ഹെലികോപ്റ്ററുകൾ, യുദ്ധ ഹെലികോപ്റ്ററുകൾ, അതായത് അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, അത് വിൽക്കുകയാണ് 12 എണ്ണം. ആ 12 എണ്ണത്തിൻ്റെ വിലയാണ് 8,354 കോടി രൂപ. 8,354? വലിയൊരു എമൗണ്ട് അല്ലേ? 8,354 കോടി രൂപ, $1 ബില്യൺ കരാറാണ് ഒപ്പിടാൻ പോകുന്നത് നൈജീരിയയുമായിട്ടാണ്. നൈജീരിയ ഇത് തുർക്കിയിൽ നിന്ന് വാങ്ങിച്ചാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ ഇടയ്ക്ക് കയറി. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ത്യയുമായിട്ടായിരിക്കും അടുപ്പം. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. എന്നാലും നൈജീരിയ നമ്മളുമായിട്ടാണ് ഈ കരാർ ഒപ്പിടാനായിട്ട് പോകുന്നത്. അപ്പം ഇന്ത്യ തന്നെ വികസിപ്പിച്ചതാണ് ഈ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ആക്രമണ ഹെലികോപ്റ്റർ. ഇതിൻ്റെ പേര് പ്രജന്റ്, ഡബിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ അല്ലേ? പ്രജന്റ് എന്നാണ് അതിൻ്റെ പേര്. LCH എന്ന് പറയും, ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ, LCH. നൈജീരിയൻ പട്ടാളത്തിന് വേണ്ടിയിട്ടാണിത്. നൈജീരിയൻ പട്ടാളത്തിന് അങ്ങനെ വലിയ വ്യോമസേനയൊന്നുമില്ല. എന്നാൽ പിന്നെ താഴെ ബോക്കോ ഹറാം എന്ന് പറഞ്ഞിട്ട് ഒരു ഭീകര ഗ്രൂപ്പ് ആളുകളെ കൂട്ടക്കൊല ചെയ്യുക, പല ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ഇടയ്ക്ക് അവർക്ക് IS-ഉമായിട്ട് ബന്ധം വരിക. അങ്ങനെ ബോക്കോ ഹറാമിനെ ശരിപ്പെടുത്താൻ അവർക്ക് ഇനി ഇന്ത്യയുടെ ഈ ഹെലികോപ്റ്ററുകൾ സഹായിക്കും എന്നാണ്. കാരണം ഹെലികോപ്റ്ററുകളിൽ മിസൈല്, ബോംബ്, ബാലിസ്റ്റിക് മിസൈൽ ഇതൊക്കെ കൊണ്ടുപോകാം. ഇന്ത്യ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അത് അവസാനമാകുമ്പോൾ പറയാം, യുദ്ധബോധത്തേക്ക് നേരിട്ട് ഇറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ HALൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാർ തുർക്കിയുടെ T129 ഹീലോസ് എന്ന് പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ സംഗതിയുണ്ട്. ചില രാജ്യങ്ങളൊക്കെ വാങ്ങുന്നതാണ്. പിന്നെ ഇന്ത്യയുമായിട്ടും മത്സരത്തിനുണ്ടായിരുന്നത് ഒന്ന് തുർക്കി, 2 എയർബസിൻ്റെ, അത് യൂറോപ്പിൽ നിന്നാണല്ലോ, എയർബസിൻ്റെ ടൈഗർ HAD ഹെലികോപ്റ്റർ. അപ്പോൾ നമുക്കെതിരെ മത്സരത്തിനുണ്ടായിരുന്നത് തുർക്കിയും എയർബസും ആയിരുന്നു. അപ്പോൾ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്കായിരിക്കും HALന് ആദ്യം കരാറ് കിട്ടുക. 5 രാജ്യങ്ങൾ നമ്മുടെ ഇന്ന് ശരിക്കും തേജസ് യുദ്ധവിമാനം മേടിക്കാനായിട്ട് തയ്യാറായി നിൽപ്പുണ്ട്. ഇതിൻ്റെ പിന്നാലെ അതിങ്ങനെ വരും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നാലെ ഫിലിപ്പൈൻസ് കൊടുക്കുന്ന യുദ്ധവിമാന ഓർഡറായിരിക്കും ഈ നൈജീരിയയുടെ പിന്നാലെ വരിക എന്ന് തോന്നുന്നു. ആ യുദ്ധവിമാനത്തിന് പകരം ആദ്യം വരാൻ പോകുന്നൊരു ഹെലികോപ്റ്റർ കരാറാണിപ്പോൾ. അപ്പോൾ ഈ സാധാരണ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇങ്ങനത്തെ കരാറൊക്കെ വരുമ്പോൾ അവർക്ക് കടം കൊടുക്കാറുണ്ട്, ഇത്ര കൊല്ലത്തേക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ കാര്യത്തിലൊക്കെയാണ് അങ്ങനെ കടം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കൊരു ധാരണയുണ്ട്, പ്രതിരോധ കാര്യങ്ങളിലും ഈ ആയുധ ഇടപാടിലും കടം പറഞ്ഞാൽ ഉടനെ ഇത്രയും പൈസ 8,354 കോടി രൂപ ഉടനെ വേണ്ട, ഘട്ടം ഘട്ടമായിട്ട് എന്നുള്ള മട്ടിലാണ് കരാർ വരാൻ പോകുന്നത്. 42 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നമ്മളിപ്പോൾ $14 ബില്യൺ ഇതുപോലെ കടമായിട്ട്
കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആയുധത്തിൻ്റെ കാര്യമല്ല, മറ്റ് രംഗങ്ങളിൽ. 14 എന്ന് പറയുമ്പോൾ ഈ 8354 14 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന തുകയാണത്. അപ്പോൾ ആഫ്രിക്കൻ സൈനികർക്ക് നമ്മൾ പരിശീലനവും കൊടുക്കാൻ പോകുന്നു. നൈജീരിയ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന പല സൈനികർക്കും പരിശീലനം കൊടുക്കുന്നുണ്ട്, ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. സമാധാന സേന, നമ്മുടെ ഇന്ത്യയുടെ അവിടുത്തെ സമാധാന സേനകളിൽ ഇന്ത്യൻ സൈനികർ ആഫ്രിക്കയിൽ കോങ്കോ ഒക്കെ പോലുള്ള സ്ഥലങ്ങളൊക്കെ അംഗവും ഒക്കെ ആയിട്ടുണ്ട്. 2020 നൈജീരിയൻ പട്ടാളവും വ്യോമസേനയും ഈ 4 കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ ഈ പ്രജന്റ് ഹെലികോപ്റ്ററിൽ താല്പര്യം കാണിച്ചിരുന്നു. അവർക്ക് അവരുടെ വടക്ക് കിഴക്കൻ ഭാഗത്താണ് ഈ താഴെയുള്ള സൈനികരുണ്ടല്ലോ, അവർ ഈ ബോക്കോ ഹറാമൊക്കെ ആക്രമിച്ച് ശരിപ്പെടുത്താതിരിക്കാൻ ഉള്ള ഒരു തുണയായിട്ട് ആകാശത്ത് ഈ ഹെലികോപ്റ്റർ നിലനിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, താഴെ ആക്രമണം നടക്കുമ്പോൾ ഈ അതുപോലെ ചെറിയ ഡ്രോണുകളിൽ നിന്നൊക്കെയുള്ള ആക്രമണമൊക്കെ വരുമല്ലോ സൈനികർക്ക്, അതിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതിനു വേണ്ടിയൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ താഴെയുള്ള ടാങ്കുകളിലേക്കൊക്കെ ബോംബിടാനൊക്കെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പറ്റും, എസ്കോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വലിയ യുദ്ധവിമാനങ്ങൾ പോകുമ്പോൾ എസ്കോർട്ട് പോകാനും അകമ്പടി ആയിട്ടും പോകാനൊക്കെ പറ്റും. അപ്പോൾ ഈ ബോക്കോ ഹറാമിനെ ശരിപ്പെടുത്താനുള്ള എയർ പവർ, അതാണ് പ്രധാനമായിട്ടും നൈജീരിയ നമ്മൾ നോക്കുന്നത്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. നൈജീരിയ നേരത്തെ പറഞ്ഞ പോലെ എയർബസിൻ്റെ കൂടെ സംസാരിച്ചിരുന്നു ഈ ഹെലികോപ്റ്ററിന് വേണ്ടി. പിന്നെ ടർക്കിയുടെ TAI എന്നാണ് പറയുന്നത്, ടർക്കി എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ്, അതാണ് TAI സംസാരിച്ചുകൊണ്ടിരുന്നത്. TAIയുടെ T129 അറ്റാക്ക് ഹെലികോപ്റ്റർ, അത് ടർബോ ഷാഫ്റ്റ് എഞ്ചിനാണ് അതിനുള്ളത്. എയർബസിൻ്റെ ടൈഗർ HAD യുമായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിലയുടെ കാര്യത്തിൽ ഇന്ത്യ ആണ് നൈജീരിയയെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ നൈജീരിയയുടെ തുർക്കിയുടെ മറ്റേ T129 അതിന് ഒരു ഹെലികോപ്റ്ററിന് $45 മില്യൺ ആവും. 5 ടണ്ണാണത്, ട്വിൻ എഞ്ചിനാണ്, മൾട്ടി റോൾ അതിന് വഹിക്കാൻ പറ്റും. അത് ഒറിജിനൽ അതിൻ്റെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, ഇവിടെ വലിയ വിവാദമൊക്കെ ഉണ്ടായില്ലേ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡാണ് അവരുടെ ഒറിജിനൽ. അവരുടെ കയ്യിൽ നിന്ന് ലൈസൻസ് മേടിച്ചിട്ടാണ് തുർക്കി ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉണ്ടാക്കുന്ന വിമാനത്തിൻ്റെ പേര് ലിയോനാർഡോ എന്നാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കുഴപ്പത്തിൽ പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇറ്റാലിയൻ ബ്രിട്ടീഷ് സംയുക്ത സംരംഭമാണ്. ഇറ്റലി ഉണ്ട് അതിൻ്റെ അകത്ത്, സോണിയാഗാന്ധിയുടെ സ്ഥലമാണല്ലോ, അതാണ്. അതുപോലെ ടൈഗർ HAD മറ്റേ ഇവരുടെ എയർബസിൻ്റെ, അതിന് $68 മില്യൺ ഒരെണ്ണത്തിന്, ഒരു ഹെലികോപ്റ്ററിന് വരും. പ്രജന്റിന് $17 മില്യൺ മാത്രമാണ്. ഈ മറ്റേതിൻ്റെയൊക്കെ പകുതിയൊക്കെ വരുന്നുള്ളൂ, തുർക്കിയുടെ പകുതിയേ വരുന്നുള്ളൂ, തുർക്കിയുടെ 1/3. ഇതിനെപ്പറ്റി വിങ് കമാൻഡർ സൗരഭ് മിശ്ര, ഇപ്പോൾ ഈ പ്രജന്റൊക്കെ പറത്തിക്കൊണ്ടിരിക്കുന്ന വിങ് കമാൻഡർ സൗരഭ് മിശ്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വ്യോമസേനയിലുള്ള അദ്ദേഹം പറയുന്നത്, പണ്ട് മുഹമ്മദ് അലി ബോക്സർ ഇല്ലേ, ഗുസ്തി അല്ലേ, ബോക്സർ, ആ ബോക്സർ പറഞ്ഞൊരു വാചകം ആണ് അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത്. ദിസ് മെഷീൻ ഫ്ലൈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ആൻഡ് സ്റ്റിങ്സ് ലൈക്ക് എ ബീ. ഇതൊരു ചിത്രശലഭത്തിനെ പോലെ പറക്കും എന്ന് പറഞ്ഞാൽ സ്മൂത്താണെന്ന്, പക്ഷെ കുത്തുമ്പോൾ തേനീച്ചയെ പോലെ കുത്തും. അതാണ് ഈ പ്രജന്റിൻ്റെ ഗുണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ HALൻ്റെ പഴയ MD CB അനന്തകൃഷ്ണൻ പറഞ്ഞു, ഈ തേജസ്സിന് മുൻപ് തന്നെ ഈ കരാറ് വരും എന്ന് അദ്ദേഹം പറഞ്ഞു. തേജസ്സിന് 5 രാജ്യങ്ങൾ
താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ 4 പേര് എൻ്റെ കയ്യിലുണ്ട്. അർജൻറ്റീന, ഫിലിപ്പീൻസ്, ഈജിപ്ത്, നൈജീരിയ. ഫിലിപ്പീൻസ് ആയിരിക്കും ആദ്യ കരാർ എന്നാണ് തോന്നുന്നത്. HALൻ്റെ ഈ ഹെലികോപ്റ്റർ ഒരു വർഷം എത്ര എണ്ണം കൊടുക്കും എന്നുള്ളതിൻ്റെ ശേഷി പറയണമല്ലോ. വർഷം 30 എണ്ണമാണ് ഉണ്ടാക്കാൻ കഴിയുക. അത് വേണമെങ്കിൽ 60 വികസിപ്പിക്കാം. പക്ഷെ വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ആ പ്ലാന്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂട്ടിയെടുത്താലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ നിലയ്ക്ക് 30 എണ്ണം. പക്ഷെ 90 ആക്കാനായിട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ കരാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അർജന്റീന 20 പ്രജന്റ് വാങ്ങിയേക്കും എന്നും കേൾക്കുന്നുണ്ട്. ഈ 12 നൈജീരിയ വാങ്ങിക്കഴിയുമ്പോൾ അതിന് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അവർ ഒപ്പിട്ടിട്ടുണ്ട്. കരാറല്ല, ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ്. അവർക്ക് അത് മരുഭൂമികളിലും പർവ്വതനിരകളിലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. എവിടെയാണെങ്കിലും പ്രജന്റ് മൗണ്ടൻ ആൻഡ് ഹിൽസ്, ഡെസേർട്സ് അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യ 2022 നമ്മുടെ വ്യോമസേനയിലേക്ക്, മൊത്തം സേനയിലേക്ക് പ്രജന്റ് ഹെലികോപ്റ്ററിനെ എടുത്തിരിക്കുന്നത്. 2 കൊല്ലമായുള്ളൂ നമ്മൾ നിർമ്മിച്ച്. പാകിസ്ഥാൻ ചൈന അതിർത്തിയിലാണ് അത് കൂടുതലും ഉള്ളത്. 288 മീറ്റർ പെർ ഹവറാണ് അതിൻ്റെ അതിർത്തിയിലാണ്. അതിൻ്റെ കോമ്പാറ്റ് റേഡിയസ് 500 കിലോമീറ്റർ ആണ്. ഇപ്പോൾ നൈജീരിയയിലേക്ക് കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കുന്നതാണ് പറയുന്നത്. മുമ്പിൽ തന്നെ 20 മീറ്റർ നോസ് ഗൺ, മുമ്പിൽ തന്നെ ഒരു പീരങ്കി ചെറിയ സംഭവം ഉണ്ടാകാം. പിന്നെ മറ്റേ മോർട്ടാറോ അതുണ്ടാവാം, 2 കിലോമീറ്റർ റേഞ്ച്. റോക്കറ്റ് ചിറകിൽ റോക്കറ്റ് ഉണ്ടാകാം. ചിറക് റോക്കറ്റിൽ 4 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെ റേഞ്ച് അതിൽ നിന്നുള്ള സ്ഫോടകത്തിനുണ്ടാവാം. രാത്രി കാണാൻ കഴിയും, നൈറ്റ് വിഷൻ ഫെസിലിറ്റികളൊക്കെ ഉണ്ടാവും. ഈ ടാങ്ക് നശിപ്പിക്കുന്ന മിസൈൽ, ടാങ്ക് വേദ മിസൈൽ, ധ്രുവശാസ്ത്ര നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ഉണ്ടാവും. പക്ഷേ അതിൽ എയർ ടു എയർ, ആകാശത്തു നിന്ന് ആകാശത്തേക്ക് തന്നെ. ഇപ്പോൾ വേറൊരു വിമാനത്തിനെയോ ഡ്രോണിനെയോ ഒക്കെ തകർക്കാനുള്ള മിസൈൽ, എയർ ടു എയർ മിസൈൽ, അതൊരു ഫ്രഞ്ച് മിസൈൽ മിസ്ട്രാൽ 2 ആയിരിക്കുമെന്ന് പറയുന്നു. 500 കിലോഗ്രാമാണ്, 500 കിലോ ഇതിൻ്റെ അകത്ത് ഈ ഹെലികോപ്റ്ററിൽ ഈ സ്ഫോടകവും എല്ലാം കൂടി വഹിക്കാൻ പറ്റും. അതായത് ഈ ഹെലികോപ്റ്ററിന് ഭാരം കൂടാതെ 500 കിലോ ഉള്ള യുദ്ധക്കോപ്പുകളെല്ലാം കൂടെ വെക്കാം എന്നർത്ഥം. അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൊടുക്കുന്നത് ഒരു ബോണസ് പോലെയാണ് അല്ലേ? ഒരു ഹെലികോപ്റ്റർ നിർമ്മിച്ച് കൊടുക്കുന്നു, ഒപ്പം ഇത്തരം കാര്യങ്ങൾ. ഇതിനകത്ത് ഈ നൈറ്റ് വിഷൻ സൗകര്യങ്ങളും ഈ ടാങ്കുകളെ തകർക്കാനുള്ള റോക്കറ്റുകളും ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ? വലിയ അഡ്വാൻറ്റേജ്. അവർക്ക് ബോക്കോ ഹറാമിനെ അവർ ശരിപ്പെടുത്തണം എന്നുള്ളത് ചിലപ്പോൾ നമുക്കും അതിൻ്റെ അകത്ത് സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഭീകരരെന്തിനാണ് ഈ ലോകത്തെ ഈ സമാധാനം നശിപ്പിച്ച് ഇങ്ങനെ കഴിയുന്നത്? അതല്ലേ സത്യത്തിൽ. ഇസ്രയേലിൻ്റെ കൂടെ നമ്മുടെ ഒരു മലയാളി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നേണ്ടതല്ലേ? ഭീകരരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹീറോ പരിവേഷമാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നത്. ഇറാൻസാണ് ഇനിയിപ്പോൾ ഇസ്രയേലിലോ അമേരിക്കയിലോ ഒക്കെ ഒരു ഹീറോ അല്ലേ അദ്ദേഹം? അവിടെയൊക്കെ ഇനി എന്ത് ജോലി ചോദിച്ചാലും കൊടുക്കില്ല. അതെ അതെ. ഇപ്പം നമ്മൾ ഈ മൊസാദ് എന്നൊക്കെ പറഞ്ഞ് കേട്ട് ആരാധനയോടെ നോക്കുകയാണ്. അപ്പോൾ ഈ മൊസാദുമായിട്ട് ബന്ധമുള്ള ഒരു മലയാളി എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ തന്നെ ഒരു അതിലൊരു ജോലി കിട്ടിയാൽ മതി എന്ന് സ്വപ്നം കാണുന്ന എത്രയോ പേരുണ്ടാവും. അതെ അതെ അതെ. അപ്പോൾ ഇത്തരത്തിൽ മലയാളി എന്ന് പറയുന്നത് അവൻ്റെ ബൗദ്ധികമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി എവിടം വരെ കടന്ന് ചെല്ലാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണങ്ങളെ മുഴുവൻ വഴിതെറ്റിക്കാൻ മൊസാദിന് കഴിഞ്ഞു. ഇതിനകത്ത് ആദ്യമേ തന്നെ ഇങ്ങനൊരു മലയാളി ഉണ്ടെന്നൊരു ബന്ധമൊന്നും വരാതെ ഇത്രയും ചുറ്റി വളഞ്ഞിട്ടല്ലേ അയാളെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഈ മൊസാദിൻ്റെ ആസൂത്രണം പൂർണ്ണമായും തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. മൊസാദിൻ്റെ ഇത് ആ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ ഒരു നാന്തി മാത്രമായിരുന്നു ഇപ്പോൾ അവിടെ കണ്ടത്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇസ്രയേലിന് നമ്മൾ ആയുധം കൊടുക്കുന്നു, യുക്രൈന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആരോപണങ്ങളുണ്ട്. ഇതിലൊക്കെ നമ്മളെയും കൂട്ടിക്കെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ വലിയൊരു കരാർ 8354 കോടി ഹെലികോപ്റ്റർ കരാർ. നമ്മളും വലിയ
ശക്തികളുടെ കൂടെ എത്തിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.